കുടകിൽ ട്രെക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതി ശരണ്യയെ കണ്ടെത്തി. 4ാം ദിവസത്തിലെ തിരച്ചിലാണ് ശരണ്യയെ കണ്ടത്. താൻ പൂർണ്ണാരോഗ്യതയാണ് എന്ന് ശരണ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ദിവസങ്ങൾ നീണ്ട മണിക്കൂറുകൾ നീണ്ട ആശയക്കുഴപ്പങ്ങൾക്ക് ആശങ്കകൾക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൃത്യമായൊരു പരിഹാരം ലഭിച്ചിരിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവതിയായി ശരണ്യ കൂർഗിലെ കാടുകളിൽ നിന്ന് മടങ്ങി വരികയാണ്. തടിയന്റെ മുകൾ മലനിരകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. വെള്ളം കുടിക്കുക, പിന്നെ മൃഗങ്ങൾ വരാൻ ചാൻസ് ഇല്ലാത്തടത്ത് കിടന്നുറങ്ങുക. വഴി തെറ്റിപ്പോയത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ രണ്ടുപേരുടെ ഒന്നിച്ചായിരുന്നു ഇറങ്ങിയത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരെയും കാണാനില്ലായിരുന്നു. പീക്കിൽ കുറച്ചുപേരെ കണ്ടു. അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നപ്പോഴേക്കും മേലെയും താഴെയൊന്നും ആളില്ലായിരുന്നു. അന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഡെൻസ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഇത്തിരി ആനച്ചൂരൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ല. പക്ഷെ ഇൻ കേസ് വഴി തെറ്റുകയാണെങ്കിൽ വന്ന വഴി തിരിച്ചു പോയിട്ട് പീക്കിലെത്തിയിട്ട് താഴേക്ക് നോക്കിയാൽ മതിയായിരുന്നു. അതായിരുന്നു മിസ്റ്റേക്ക്. അച്ഛനമ്മയ്ക്ക് എന്താ പറയുന്നത്? വിളിച്ചിട്ടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും കിട്ടില്ല. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്നതാണ് സുഹൃത്തുക്കളോട് ചിരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട്. അത്രയും നേരം കണ്ണീരണിഞ്ഞ് സങ്കടത്തോടെ ദുഃഖത്തോടെ നിറഞ്ഞ അനുജനും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ തന്നെ വല്ലാത്തൊരു സന്തോഷത്തിലേക്ക് എത്തുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ചുംബിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. കരഞ്ഞത് അധിക സന്തോഷം കൊണ്ടല്ലേ? ഇതുകൊണ്ടാണ് നല്ല സന്തോഷം. അവളിങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അരിയുള്ള സ്ഥലത്തൊക്കെ താമസിക്കും. എല്ലാവരോടും പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷയുണ്ടാവും, പ്രതീക്ഷയായിരിക്കും പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ശരണ്യ അവിടെ എടുത്തിട്ടുള്ള ജീവൻ രക്ഷിക്കാനുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം പ്രതിരോധം തീർക്കാനുണ്ടാക്കി എടുത്തിട്ടുള്ള പാഠങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഉപായങ്ങളൊക്കെ തന്നെ ഭാവിയിൽ ഒരു പക്ഷേ നാളെ ട്രക്കിങ്ങിനൊക്കെ ആയി അല്ലെങ്കിൽ അത്തരത്തിൽ ദീർഘദൂര യാത്രയ്ക്ക് കാൽനടയായി ഒക്കെ തന്നെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ മാതൃകയാക്കാവുന്നതാണ്. എന്തായാലും വീട്ടുകാരൊക്കെ തന്നെ വലിയ ആശങ്കയിലായിരുന്നു, നാട്ടുകാരും വലിയ ആശങ്കയിലായിരുന്നു. മലയാളികൾ ഭയങ്കര സന്തോഷം തന്നെ. വളരെ ആഹ്ലാദകരമായ ഒരു വാർത്ത നമുക്ക് കിട്ടി. ആ നിമിഷത്തിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. സന്തോഷത്തിന്റെ കരച്ചിലാണ്. അപ്പോൾ നാട് മുഴുവൻ അതിനകത്ത് സന്തോഷിക്കുന്നു. ശരണ്യ ഇനിയും സഞ്ചരിക്കുന്ന ഉറപ്പാണ്. പക്ഷെ കുറെ കൂടി സുരക്ഷിതമായി സഞ്ചരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആകെ ഒരു ആഗ്രഹം. ശരണ്യ പോലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. രാത്രിയോടുകൂടി തന്നെ വീട്ടിലെത്താൻ തന്നെയാണ് ശരണ്യ ശ്രമിക്കുന്നത്. അമ്മയോടൊക്കെ തന്നെ സംസാരിച്ചു. അമ്മയും അച്ഛനൊക്കെ ഒരു പക്ഷേ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും. കാരണം വീട്ടിൽ പറയാതെയാണ് ഈ യാത്ര എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശരണ്യ നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള സുരക്ഷാ ജീവനക്കാരടക്കം പറയുന്നത് ഇനി ഇങ്ങനെ ഒരു വരവ് വരികയാണെങ്കിൽ നമ്മൾ അവധിയെടുത്ത് പോകേണ്ടി വരും എന്നൊക്കെ രസകരമായിട്ട് മറുപടി പറഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോർക്ക്.